ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ ബ്രോസ്റ്റ് പൗഡറുമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അങ്ങനെ അതൊന്ന് കുറഞ്ഞ വെള്ളത്തിൽ കലക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ കലക്കിയിട്ട് അതിൽ ചിക്കൻ മുക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും മുളകൊക്കെ ആക്കിയിട്ടുള്ള ചിക്കൻ അങ്ങനെ ഫ്രീസർ ചിക്കൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഉപ്പിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ തന്നെ അത് തന്നെ ഇത് കലക്കിയെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് അങ്ങനെ അത് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കട്ടയില്ലാതെ നന്നായി കലക്കിയെടുക്കുക കേട്ടോ. വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ആ മിക്സ് നന്നായി കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി കലക്കിയതിന് ശേഷം ചിക്കൻ ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ബ്രോസ്റ്റ് പൗഡറിൽ മുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ ബ്രോസ്റ്റിൻ്റെ പൗഡറില്ലേ, അത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് കവറല്ല കേട്ടോ. അതിങ്ങനെ ചിക്കൻ്റെ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിയിട്ടുള്ള പൊടിയാണ്. റോസ്റ്റ് ചിക്കൻ്റെ കൂടെ കിട്ടൂല, അങ്ങനെ ഫ്രീസറാക്കി വെക്കുന്ന അതിൻ്റെ കൂടെ കിട്ടുന്ന പൊടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോ കഷ്ണങ്ങളും ആ പൊടിയിലേക്കിട്ട് മുക്കിയെടുക്കുകയാണ് ചെയ്യണത്. റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണ തന്നെയല്ലേ. അതുപോലെ ഒരു കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിൾ പരിപാടിയല്ലേ. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഞാൻ അത് തന്നെ ഒരു വട്ടം മുക്കി പൊടി തട്ടിയതിന് ശേഷം ഞാൻ വീണ്ടും അതിൽ മുക്കി പൊടി തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ചെയ്താൽ ഒന്നും കൂടി കോട്ടിങ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലതും അങ്ങനെ ചെയ്തെടുക്കലാണ്. എല്ലാ കഷ്ണങ്ങളും ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം കഴുകി ഞാൻ അതിൽ വെള്ളമൊക്കെ തുടച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യണം കേട്ടോ. അങ്ങനെ ചിക്കനും മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ എണ്ണയിലേക്ക് ഞാൻ കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, ഉള്ളു വേവാൻ വേണ്ടിയിട്ട്. നമ്മളടുത്ത് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല. ഞാൻ ബ്രോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ ചെയ്യുക. എന്നിട്ട് ഒന്ന് വിസിലടുപ്പിക്കും. എന്നിട്ട് പിന്നെ തുറന്നിട്ടാണ് ഞാൻ എണ്ണയിലിട്ടൊന്ന് വിസിലടുപ്പിക്കും. എന്നിട്ട് പിന്നെ ഒന്ന് നെരിച്ചെടുക്കാൻ കേട്ടോ ചെയ്യൽ. അല്ലെങ്കിൽ ഉള്ളു വേവാത്തൊരു ഫീലായിരിക്കും. പെട്ടെന്ന് പുറം ഭാഗം ഇങ്ങനെ ഇതായി ക്രിസ്പി ആവും ചെയ്യും, ഉള്ളു വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ കുക്കറിൽ ഇങ്ങനെ ചെയ്യലാണ്. അങ്ങനെ ചിക്കന് ഫുള്ളായിട്ട് ഞാനിങ്ങനെ വറുത്ത് കോരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ കപ്പാണ്, അതിന് 3/4 ഗ്ലാസോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ്, ആ കപ്പിന് തന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ മസ്റ്റാർഡ് സോസില്ലേ, അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂണിൻ്റെ കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ്. അതിനിടയിൽ കൂടി തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്രയും ചേർത്താണ് ആ മയോണൈസ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അങ്ങനെ അടിച്ചാൽ നല്ല തിക്കായൊക്കെ വരും. ഒരു
പ്രശ്നം. പിന്നെ ഒന്നും അതിലേക്ക് ചേർക്കേണ്ടി വരില്ല. അങ്ങനെ പാൽ അപ്പുറം എടുക്കാവും. അങ്ങനെ മയോണൈസ് അടിച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ മയോണൈസ് ആ മസ്റ്റാർഡ് സോസിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഫുള്ള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ എല്ലാം പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ, റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്. കുറച്ച് ദോശയുടെ മാവുണ്ടായിരുന്നു രാവിലകത്തതിൻ്റെ ബാക്കി. അപ്പോൾ അത് ചൂടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ദോശ ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചുട്ട് എല്ലാം റെഡിയായി. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പം എല്ലാവരും കൂടി കഴിക്കാനായിട്ട് ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ദോശയെല്ലാം ചുട്ടെടുത്തതിന് ശേഷം എല്ലാം സെർവ് ചെയ്തിട്ടോ. അങ്ങനെ അവരൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഒക്കെ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കാണിക്കാതിരുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.